ഉസ്താദ് ഈ മേഖലയിൽ, അതായത് ചികിത്സാ രംഗത്ത് ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഉസ്താദിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. സാധാരണ രോഗികൾ സെൽഫായിട്ട്, അതായത് സ്വന്തമായിട്ട് റുഖ്യ ചെയ്യുന്നതാണോ അഭികാമ്യം, അതല്ല ഒരു ചികിത്സാരിയെ സമീപിച്ച് ഈ റുഖ്യ ചെയ്യുന്നതാണോ അഭികാമ്യം? എങ്ങനെയാണ് അതിൻ്റെ ഒരു വിധിയും അതുപോലെ ഉത്തമം ഏതാണ്? പ്രിയമുള്ളവരെ, സെൽഫ് ട്രീറ്റ്മെൻറ്റ്, അത് സെൽഫായിട്ട് റുഖ്യ ചെയ്യുക, ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊരാളെ സമീപിക്കാതെ സ്വന്തമായി റുഖ്യ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഫലമുണ്ടാവും. കാരണം മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാൾ നിയ്യത്ത് കൊണ്ടും ആഗ്രഹം കൊണ്ടും എൻ്റെ രോഗം മാറണമെന്ന ശക്തമായ താല്പര്യം രോഗിക്ക് തന്നെയാണ്. അപ്പോൾ ആ ആഗ്രഹത്തോട് രോഗി സ്വയം ചെയ്യുമ്പോൾ പിന്നെ രോഗിയുടെ നാവുകൾ ഖുർആൻ കൊണ്ട് ചലിക്കുന്നു, അങ്ങനെ ഖുർആൻ രോഗി തന്നെ ഓതുന്നു. അങ്ങനെ പല പ്രത്യേകതകളും ഉള്ളത് കൊണ്ടും രോഗി ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത്. എന്നാൽ എപ്പോഴും അതിന് രോഗിക്ക് സാധിക്കണമെന്നില്ല, ചികിത്സൻ്റെ ആവശ്യം വന്നേക്കാം പലപ്പോഴും. അങ്ങനെ വരുമ്പോൾ അത്തരം സന്ദർഭത്തിൽ നല്ല പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള റാഖിയായ ഒരാളെ സമീപിക്കാവുന്നതാണ്. അതല്ല നമ്മളെ വീട്ടിലും മറ്റൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നു, എന്നാലേ വേറൊരാളെ സഹായം ആവശ്യമാണ്, ഒന്ന് വേറൊരാൾ ചെയ്ത് തന്നെങ്കിൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല, അതും സ്വീകരിക്കാം. കാരണം അവിടെയും രോഗിയുടെ ആഗ്രഹവും നിയ്യത്തിനൊന്നും കുറവ് വരുന്നില്ല, മറ്റൊരാളുടെ നിയ്യത്ത് കൂടി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്വയം ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠം എന്നതിരിക്കെ തന്നെ മറ്റൊരാളെ കൊണ്ട്, വീട്ടിലുള്ള നമ്മുടെ കൂടെയുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഒരു രോഗിയിൽ ഉണ്ടാകുന്ന ചില അപൂർവ സന്ദർഭത്തിലുള്ള, അത് പല രോഗികളും, എല്ലാ രോഗികളും ഒരുപോലെയല്ല, അത്തരം സാഹചര്യങ്ങളിൽ രോഗി വയലൻ്റ് ആകുക, രോഗിക്ക് ഓതാൻ കഴിയാതെ വരിക, രോഗിക്ക് നിസ്കാര ഇബാദത്തുകൾ മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. മന്ത്രിച്ചാൽ എഴുന്നേറ്റ് ഓടുന്ന അവസ്ഥ ഉണ്ട്, മന്ത്രിക്കുന്ന ആളിനെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ട്, പല അവസ്ഥകളുണ്ട്. അത്തരം അവസ്ഥകൾ റാഖിമാർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ രണ്ട് പക്ഷവും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.